വോൾട്ടയർ എന്നൊരു വലിയ തത്വചിന്തകൻ ഒരു 400 വർഷം മുമ്പ്, അതല്ലെങ്കിൽ ഒരു 350-400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. 1600 അവസാനം 1700 കാലഘട്ടത്തിൽ തുടക്കത്തിലാണ് അദ്ദേഹം വോൾട്ടയർ, ഫ്രഞ്ച് ഫിലോസഫറും. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല, എത്തിയിസ്റ്റ് ആയിരുന്നു അദ്ദേഹം, ദൈവവിശ്വാസിയായിരുന്നില്ല. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യമെന്ന് പറഞ്ഞത്, അദ്ദേഹത്തിന് മരിച്ച് 100 വർഷത്തിനുള്ളിൽ ക്രിസ്തീയ വിശ്വാസം ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റപ്പെടും എന്ന് ഒരു പ്രസ്താവന അദ്ദേഹം എഴുതിയിരുന്നു. അദ്ദേഹം പറയുന്നത് നമ്മൾ സാധാരണക്കാർ, ഞാനോ നിങ്ങളോ ഇരുന്ന് പറയുന്ന പോലെയല്ല, വലിയൊരു ഫിലോസഫറാണ് വോൾട്ടയർ. അപ്പം അദ്ദേഹത്തിന് കുറേ ജനങ്ങളെ സ്വാധീനിച്ച പുസ്തകങ്ങൾ രചിച്ചൊക്കെ ഒരു വ്യക്തിയാണ് വോൾട്ടയർ. എന്നാൽ കാലം തെളിഞ്ഞത് അതിനുശേഷമുള്ള 50 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് ബൈബിൾ ഇത് അച്ചടി പ്രസ്സോ അത് വിൽപ്പന നടത്തുന്നൊരു ഇതായി മാറി എന്നുള്ളതാണ്. അദ്ദേഹം ഇത് പറയുന്ന സമയത്ത് അതിനു മുമ്പ് 1600 വർഷങ്ങളോളം ക്രിസ്തീയ വിശ്വാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കാലഘട്ടത്താണ്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഇനിയൊരു 100 വർഷം കൂടിയേ ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുള്ളൂ എന്ന് ഉള്ളൊരു പ്രസ്താവന നടത്തിയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട് പോലും ബൈബിൾ ഹൗസായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് വരുമ്പോൾ ഏതോ സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹം പണം കൊടുത്ത് പണിതൊരു മതിലുമോ ഒരു ബൈബിൾ വചനം എഴുതി. അതിൽ വിഗ്രഹാരാധകർ, വ്യഭിചാരിണികൾ, ബൈബിൾ വചനമാണ്. ആ വിഗ്രഹാരാധന എന്ന് പറഞ്ഞ വാക്ക് ശശികല ടീച്ചറോ മറ്റോ അങ്ങനെയുള്ള ഒരു ഹൈന്ദവ വിശ്വാസം ഫണ്ടമെൻ്റലിസ്റ്റിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിലാദ്യമായിട്ട് നമ്മൾ ഹൈന്ദവ വിശ്വാസത്തെ, വേദങ്ങൾ, ഒരു പക്ഷേ ശശികല ടീച്ചറാണെങ്കിൽ പോലും ഇതിനെപ്പറ്റി ആ വേദങ്ങൾ വായിക്കാറുള്ള ഇതാണ്. ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഒരേ ഒരു ബ്രഹ്മൻ്റെ അമ്പലമുള്ളൂ. അത് രാജസ്ഥാനിൽ പുഷ്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അജ്മർ ദർഗ, അതൊരു ട്രിപ്പ് പോലെ നമുക്ക് പോകാവുന്നതാണ്. ഞാൻ അവിടെയൊക്കെ സന്ദർശിച്ചിട്ടുള്ളതാണ്, മരുഭൂമിക്കുള്ളിൽ കൂടെ നല്ലൊരു യാത്ര. അപ്പോൾ അജ്മറിലെ ദർഗ, അത് കഴിഞ്ഞിട്ട് പിന്നെ പുഷ്കറിലെ ബ്രഹ്മൻ്റെ അമ്പലം. ഈ പുഷ്കറിലെ ബ്രഹ്മൻ്റെ അമ്പലം, ബ്രഹ്മൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന് രൂപമില്ല, ഭാവമില്ല, വിഗ്രഹങ്ങളില്ല എന്നുള്ളതാണ് ബ്രഹ്മൻ. അതാണ് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതിന് വേദങ്ങളിൽ വിശ്വസിക്കുന്ന ഹിന്ദു വിശ്വാസിയാണെങ്കിൽ വിഗ്രഹങ്ങൾക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇനി നമ്മൾ തിരിച്ച് ഈ വിഗ്രഹാരാധന എന്നുള്ള ഭാവം മായ്ച്ചു കളയുമ്പോൾ അത് കൊള്ളുന്ന അടി ഹിന്ദുക്കൾക്കും, ഹിന്ദു വിശ്വാസി ഫണ്ടമെൻ്റലിസ്റ്റിന് മാത്രമല്ല, കത്തോലിക്ക വിഭാഗത്തിലുള്ളവർക്കും അതൊരു അടി കിട്ടുന്നു. കാരണം അവരും വിഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന, മാതാവിൻ്റെ രൂപവും കൊന്തയും കുടച്ചക്രമൊക്കെ കൊണ്ട് നടക്കുന്ന ഈ അന്തോണീസ് പുണ്യാളൻ, സെബാസ്റ്റ്യൻ പുണ്യാളൻ ഒക്കെ വിഗ്രഹങ്ങളിലാണ് കത്തോലിക്ക വിശ്വാസം ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ മറ്റൊരു ഇതെന്ന് പറയുന്നത്, ഇത് നോക്കിക്കാണുന്ന ഹിന്ദുക്കളുണ്ട്. അപ്പോൾ എനിക്കിതിൽ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാനുള്ള വിഷയം, ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസം വളരാതെ നിൽക്കുന്നത്, അതായത് ഏകദേശം 26-27% ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹം വെറും ഒരു 16-15% ചുരുങ്ങിയിരിക്കുകയാണ്. കത്തോലിക്ക് മെയിൻലി. മറ്റു വിഭാഗങ്ങളിൽ നിന്ന് മതം മാറ്റി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാ വിഭാഗത്തിൽ നിന്നും, ഇപ്പോൾ പ്രത്യേകമായിട്ട് ഹൈന്ദവരിലുള്ള താഴ്ന്ന ജാതിക്കാരിൽ നിന്ന് മതം മാറ്റിയിട്ടാണ് ഇന്ന് പന്തക്കുസ്ത വിഭാഗം മുന്നോട്ട് പോകുന്നത്. പാസ്റ്റർമാരൊക്കെ നായരും നമ്പൂതിരിയും പോറ്റിയും ഒക്കെയാണ്. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ കാണാം. ഒപ്പം തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ക്രൈസ്തവ വിശ്വാസം വളരണമെങ്കിൽ എതിർപ്പുകൾ ഉണ്ടാവണം. അത് യൂറോപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, യൂറോപ്പിലെ പണ്ട് പൗലോസ്ലീഹ ആണെങ്കിലും പത്രോസ് ആണെങ്കിലും എല്ലാ ശിഷ്യന്മാരെയും കുരിശുമ തറക്കുകയും തല കീഴാക്കി കുരിശുമ തറച്ചും വെട്ടിക്കൊന്നും എണ്ണയിലിട്ട് വറുത്തൊക്കെ ഉള്ളൊരു പീഡനം അനുഭവിച്ചാണ് ക്രൈസ്തവ സഭ വളർന്നത്. അപ്പോൾ ശശികല ടീച്ചർ പോലെയുള്ളവർ അങ്ങനെയുള്ള എതിർപ്പുകളാണ് ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ എതിർപ്പില്ലാത്തത് കൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസം കേരളത്തിൽ താഴോട്ട് പോകാനായിട്ടുള്ള കാരണം. ഇപ്പോൾ ശശികല ടീച്ചർ പോലെയുള്ളവർ മുന്നോട്ട് വരുമ്പോൾ ഇത് വളരാൻ സാഹചര്യം, കാരണം ആ സാഹചര്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വോൾട്ടയറിൻ്റെ കഥ പറഞ്ഞ മാതിരി
സ്വന്തം പാളയത്തിൽ നിൽക്കുന്നവർ പോലും ഇപ്പുറത്തേക്ക് വരും. ഇത് എന്താണ് ഈ സ്ത്രീ പറയുന്നേ എന്നുള്ള രൂപത്തിൽ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് ലോകത്തിൽ ഇന്ന് വരെ വരുന്നത്. മറ്റു ചില മതങ്ങൾ, പ്രത്യേക മതങ്ങളൊക്കെ അവരുടെ മതഗ്രന്ഥങ്ങളെപ്പറ്റി പ്രതിപാദിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ളവർ പോലും വിട്ടുപോകും. അതൊരു 1400 വർഷം മുമ്പുള്ള ഒരു പ്രത്യേക മതമുണ്ട്. ആ മതത്തിൻ്റെ മതഗ്രന്ഥത്തെപ്പറ്റി പ്രതിപാദിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ളവർ വിട്ടുപോകും. കാരണം ആ മതഗ്രന്ഥം വായിക്കാൻ പോലും അവർ ആരെയും പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിൽ ബൈബിൾ വായിക്കാൻ പ്രതിഞ്ഞ് ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യം, എതിർപ്പുണ്ടായാൽ വളരുന്നൊരു സാഹചര്യമാണ്. അത് വെട്ടിയൊക്കെ ഒന്നുമല്ല ആ മത്സരം. അത് ഇങ്ങനെയുള്ള എതിർപ്പുകൾ വരുമ്പോൾ സ്വന്തം പാളയത്തിലുള്ളവർ വിട്ടുപോകുന്ന രീതിയിലാണ്. പിന്നെ ശശികല ടീച്ചർ ചിലപ്പോൾ ഒരു സന്ദേഹം പോലെ പലപ്പോഴും പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഹിന്ദുക്കളെ മാറ്റുന്ന മാതിരി എന്തുകൊണ്ടാണ് ഇസ്ലാമിക വിഭാഗത്തിലുള്ളവരെ മതം മാറ്റാത്തത് എന്നുള്ളതാണ്. മതം ആരെയും മാറ്റുന്നതല്ല, മതം മാറ്റമല്ല, അത് മനം മാറ്റമാണെന്ന് പലപ്പോഴും പല ഈ ആത്മീയ ആചാര്യന്മാർ പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മതമല്ല മാറ്റുന്നത്, മനം മാറ്റമാണ് അവർക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ സന്ദേഹം, ശശികല ടീച്ചറുടെ സന്ദേഹത്തിന് ഇതായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കണം. പാസ്റ്റർ അബ്ദുൾ ഷമീർ കൊല്ലം, അതല്ലെങ്കിൽ ഷിഹാബുദ്ദീൻ, ഇസ്മയിൽ, പാസ്റ്റർ ഇക്ബാൽ മലപ്പുറം പൊന്നാനിന്ന്, അങ്ങനെ പാസ്റ്റർമാർ, ഈ മുസ്ലിം വിഭാഗത്തിലെ പാസ്റ്റർമാരാണ് ഇന്ന് മറ്റേ നാമധാരികളായ ക്രിസ്ത്യാനികളെക്കാളും കൂടുതൽ പാസ്റ്റർ ഇത് നടത്തുന്നതെന്ന് ശശികല ടീച്ചർ മനസ്സിലാക്കണം. പിന്നെ ശശികല ടീച്ചർ ആൾക്കാരെ വിട്ട് ഈ മതിലുമയുള്ള വിഗ്രഹാരാധനയൊക്കെ മായ്ച്ചു കളയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിന് ഒരു വളർച്ചയ്ക്ക് വേണ്ടി ശശികല ടീച്ചർ നൽകുന്ന പങ്കാണത്. കാരണം എതിർപ്പുണ്ടായാലേ ക്രിസ്തീയ വിശ്വാസം അത് ഇന്ത്യയിൽ ആകമാനമുള്ള ഒരു കഥയാണ്. കാരണം ഈ കഴിഞ്ഞ ആഴ്ച ഏതാനും ദിവസങ്ങൾ മുമ്പ് ഒരു പാസ്റ്ററിനെ പിടിച്ചിട്ട് ഒറീസയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ചെരുപ്പുമാലയിട്ട് കൊണ്ടുപോവാണ്. അദ്ദേഹം ആരെയും തല്ലാനോ കൊല്ലാനും പോയതായിരിക്കില്ല. എവിടെയെങ്കിലും പോയിട്ട് ഒരു ബൈബിളും പിടിച്ച്, സഹോദര നിങ്ങളോട് മിണ്ടട്ടെ, ഞാൻ നിങ്ങളെ പറ്റി ദൈവത്തെ പറ്റി പറയട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. അതായിരിക്കും അദ്ദേഹത്തിന്. അങ്ങനെ വരുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസം, അപ്പോഴാണ് നമുക്ക് ഉറപ്പ് വരുന്നത് ഇന്ത്യ ക്രിസ്തീയ വിശ്വാസത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ശശികല ടീച്ചർമാരാണ് ഇതിനെ വളർത്തുന്നത് എന്നാണ് എനിക്ക് വീഡിയോയിൽ പ്രതിപാദിക്കാനായിട്ടുള്ള വിഷയം.